ഹായ് ഹണീസ്. അപ്പോൾ നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ. ഏകദേശം 7000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഇറാനിലാണ് ഈന്തപ്പഴം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഉഷ്ണപ്രദേശങ്ങൾ, അതായത് അറബ് നാടുകളിലാണ് ഇത് ധാരാളമായി കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ നിറച്ചുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണിത്. പിന്നെ ഏകദേശം 600 വിധത്തിലുള്ള ഈന്തപ്പഴം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 600 ടൈപ്പ് ഈന്തപ്പഴം ഉണ്ടെന്നും. ഈന്തപ്പഴത്തിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ്, ഫൈബർ, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ B6, വൈറ്റമിൻ സി, ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാറ്റ് ഈന്തപ്പഴത്തിൽ പൊതുവെ കുറവാണ്. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ചോയ്സാണ് ഈന്തപ്പഴം എന്നത്. രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈന്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ ആമാശയം ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ എനർജി കൂട്ടാനും സഹായകമാകുന്നുണ്ട്. പിന്നെ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വിളർച്ചയെ തടയാനും അതുപോലെ നമ്മുടെ ബ്ലഡിൻ്റെ സപ്ലൈക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ മഗ്നീഷ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പൊട്ടാസ്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ BP, ബ്ലഡ് പ്രഷറിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കാൽസ്യം റിച്ചാന്ന് പറഞ്ഞു. കാൽസ്യം റിച്ച് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം കൂടിയേ തീരും. അപ്പോൾ അതിന് സഹായകമാകുന്നുണ്ട്. പിന്നെ ഫൈബർ റിച്ചാണ്. അത് പറയേണ്ട ഒന്നാണ് ഈന്തപ്പഴം. ഫൈബറുകളാൽ സമ്പുഷ്ടമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇത് മിതമായി കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല കേട്ടോ. അതുപോലെ ബാഡ് കൊളസ്ട്രോളിനെയൊക്കെ കുറച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് മാത്രം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഹൃദ്രോഗികൾക്കും അലർജി സംബന്ധമായ രോഗങ്ങളുള്ളവർക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈന്തപ്പഴം കഴിക്കുന്നത്. ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നായിട്ട് ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഒരുപാട് രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ ശക്തി ഇത് കൂട്ടത്തേ ഉള്ളൂ. പിന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനും മലബന്ധം തടയാനും ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ ഈന്തപ്പഴം നല്ലൊരു പരിഹാരമാട്ടോ. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ കോളൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് ഈന്തപ്പഴം ഒരുപാട് സഹായിക്കുന്നുണ്ട്. ക്യാൻസർ സെല്ലിൻ്റെയൊക്കെ വളർച്ചയെ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് ത്വരിതപ്പെടുത്തി വിടുന്നുണ്ട്. പിന്നെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈന്തപ്പഴം എന്ന് പറയുന്നത്. ബ്രെയിൻ്റെ ഫങ്ഷനൊക്കെ ഇമ്പ്രൂവ് ആകാനായിട്ടും അതുപോലെ തന്നെ ബ്രെയിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മെമ്മറി പവർ കൂടുമെന്നും. മെമ്മറി പവറൊക്കെ കൂടാനായിട്ട്, അതായത് മറവിക്കൊക്കെ നല്ലൊരു മരുന്നായിട്ട് നമുക്ക് ഈന്തപ്പഴം കഴിക്കാമെന്നിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊരു ടോണിക് എന്ന് തന്നെ നമുക്ക് പറയാം ഈന്തപ്പഴത്തിന്. പിന്നെ ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള ഷുഗറൊക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ എനർജി വളരെ നല്ല രീതിയിൽ ഇത് ഇൻക്രീസ് ചെയ്യിക്കും. അതുകൊണ്ടാണ് ഈ മുസ്ലിംസൊക്കെ നോമ്പ് തുറക്കാനായിട്ട് ഈന്തപ്പഴം ഒരിതായിട്ട് എടുക്കുന്നത്. അവർ ഈന്തപ്പഴവും നാരങ്ങ വെള്ളം കുടിച്ചാണ് നോമ്പ് തുറക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അത് അത്രയും നേരം അവർ വിശപ്പ് സഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നതിന് ശേഷം അവരെ ഈന്തപ്പഴം കഴിക്കുന്നതിൻ്റെ മെയിൻ എന്താണ് അവരുടെ ആ ഒരു എനർജി ലെവൽ, അല്ല അവരുടെ ശരീരത്തിൽ അറിയാമല്ലോ ഷുഗർ ലെവലൊക്കെ താന്നിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻക്രീസ് ആകാനായിട്ട് ഇത് ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്.